ഈരാറ്റുപേട്ടക്കാരുടെ ഒരു പ്രശ്നം, ഈ ഒരു പ്രോബ്ലം ഇത്രയേറെ വഷളാക്കിയ താങ്കളാണെന്നുള്ള ചിന്താഗതിക്കോളാൻ പറ. ഇതുകൊണ്ട് പറയണം, തന്തയ്ക്ക് ഉറക്കാത്തം പറയുന്നു. ഞാനങ്ങനെ ചൂടാക്കാൻ നടക്കുന്നത് മണിയടിക്കാൻ വരെ താങ്കളാണ് പറഞ്ഞൊരു തന്തയാന്ന് പറ. ആ പറഞ്ഞവൻ്റെ തന്തയാന്ന് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ സംഭവം ഉണ്ടായിട്ട് മണിയടിച്ചതിനെതിരായിട്ട് വർത്താനം പറഞ്ഞവനെ ആ പിള്ളേർ കാണിച്ച് ശുദ്ധ മര്യാദകളാണ്, ശുദ്ധ തെറ്റാണ്. പക്ഷേ അവരെ കൊല്ലാൻ പറ്റുമോ? പോലീസിനോട് ചെയ്യാൻ പറഞ്ഞത് എന്താന്ന്? അവർ 307 എടുക്കുന്ന കുഞ്ഞു കുഞ്ഞുക എല്ലാം 15 വയസ്സുള്ള പിള്ളേർ. അതെന്തുകൊണ്ടാണ് 307 എടുത്തത്? പിന്നെ എന്നാ എടുക്കണ്ട? കൊല്ലാൻ ശ്രമിച്ചാൽ കൊല്ലാൻ ശ്രമിച്ച് 307 ആണ്. ശരിക്കും കൊല്ലാൻ ശ്രമിച്ചായിരുന്നു? ആണല്ലോ. വണ്ടി ഇടിച്ച് കൊല്ലാൻ ചെന്നിട്ട് പിന്നെ അത് 307 പിന്നെ എന്നെ കൊണ്ടുപോകാം. അതായത് അതിലെ മുസ്ലിം കുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിൻ്റെയൊക്കെ പിന്നാലെ നിങ്ങളാണെന്നാണ് പറയുന്നത്. ആ പറയുന്നതും തന്തയ്ക്ക് പറക്കാത്തവൻ പറയട്ടെ. എന്നാൽ സത്യം 28 കുട്ടികളുണ്ട്, 28 മുസ്ലിം പിള്ളേരാണ്. പിന്നെ അതിന് മുസ്ലിമിനെ തെരഞ്ഞു പിടിക്കുന്നത് എന്തോ ഈയന് ഊളത്തരം പറയുമ്പോൾ എനിക്ക് അരിശം വരുന്നത്. 28 മുസ്ലിങ്ങളാണ് ഈരാറ്റുമായിട്ടുള്ള മുസ്ലിം പിള്ളേർ, എനിക്കറിയാവുന്നതാണ്. പിന്നെ അതിനകത്ത് മുസ്ലിമിനെ തെരഞ്ഞു പിടിച്ച് ഇവിടെ എൻ്റെ അമ്മയെ കെട്ടിച്ചെന്നാൽ വർത്താനം പറയുന്ന മര്യാദ വേണ്ടേ? ഈയനും വൃത്തികൾ പറയുമ്പോഴാണ് വർഗീയതയാകുന്നത്. എൻ്റെ മര്യാദ കൊണ്ട് വർഗീയതാക്കാതിരിക്കുന്നത് മനസ്സിലാക്കിക്കോ. പേടിപ്പിക്കരുത് തന്നെ. പേട്ടക്കാരന് എന്ത് ഊളത്തരം കാണിക്കും, എന്ത് റൗഡിസം കാണിക്കും വൃത്തികെട്ടവൻ. ഞാൻ ഈരാറ്റുമായിട്ട് ജീവിക്കുന്നുണ്ട്, എനിക്കറിയാൻ വേണ്ടിയൊക്കെ റൗഡിസം ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മര്യാദയ്ക്കുന്നത് എല്ലാവരും കൊള്ളാം. താങ്കളെ ഈരാറ്റുപേട്ടക്കാർ വല്ലാതെ കൈക്കുമ്പിൽ വെച്ച് നടന്നൊരു കാലം. ആ ഭയങ്കര കുന്തം ഉണ്ടാക്കി കുന്തം. ഇവിടെ നീ എന്ത് മണ്ടത്തരം പറയുന്നത്? 80 പോലെ ഇലക്ഷൻ ഇരിക്കുന്നത് 7 ഇലക്ഷൻ നിന്നവനാണ്. എനിക്ക് എത്രയോട്ടാ ഭൂരിപക്ഷം തന്നെയന്മാർ. അത് ശരിക്കും താങ്കളോട് ഈരാറ്റുപേട്ടക്കാർ നന്ദികേട് കാണിച്ചോ? നന്ദികേടല്ലാതെ ഒന്നും കാണിച്ചില്ല. മുസ്ലിം വിരുദ്ധനാണ് ഞാനെന്ന് കള്ളപ്രചരണം നേരത്തെ അടിച്ചങ്ങേൽപ്പിക്കുക. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞവൻ്റെ തന്തയ്ക്ക് വിളിക്കണം. ഞാനങ്ങനെ മുസ്ലിം വോട്ട് വേണമെന്ന് ഓർത്തും അങ്ങനെയാണല്ലോ പ്രചരണം. അങ്ങനെ പ്രചരിപ്പിച്ചു എന്നുള്ളതല്ലേ ഇവിടെ എന്നോട് പറയുന്നത്. അതന്നെ അത് മനസ്സിലാക്കാത്തത്. അതല്ലേ വൃത്തികേട്. ആ റോഡ് ഉദ്ഘാടനം പോലും ഞാൻ ചെയ്തില്ല. എൻ്റെ സ്വന്തം നാടല്ലേ ഈരാറ്റുപേട്ട. അതിലെ ജീപ്പുമായിട്ട് ബൈക്ക് അനൗൺസ്മെൻറ്റായിട്ട് ഞാൻ വോട്ട് പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കിന് SDPക്കാരാണ് ഒരു 5 പിള്ളേർ നിന്ന് തെറിയായി വെണ്ണി കിടത്തു വിടുക. തെറിയോടും ബഹളവും. നമസ്കാരം. നമ്മോടുകൂടെ ഇന്നിരിക്കുന്നത് PC ജോർജ് സാറാണ്. പ്രത്യേകിച്ച് PC-യെ ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരാവശ്യമില്ല. നമസ്കാരം. 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 ഈരാറ്റുപേട്ടയിൽ കുറച്ച് കുട്ടികൾ ജയിലിലാണ്. അല്ല, ആ പിള്ളേരൊക്കെ ജാമ്യം കൊടുത്തല്ലോ. അല്ല, ജയിലിലായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ സമയത്ത് അത് വേറെ. ഞാൻ അതിനെപ്പറ്റി ആ സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല ബാബു. എന്താണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങൾ കാണിച്ച തെറ്റാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷേ കുഞ്ഞുങ്ങളാണെന്ന് പരിഗണന കൊടുക്കണ്ടേ? അത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ അതിനകത്തുള്ളത്. അതിനകത്ത് 28 പ്രതികളാണ്. അതിൽ 10 പിള്ളേർ, ഈ കുഞ്ഞു പിള്ളേർ 15 വയസ്സാണ്. അവരെയൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. ഏതായാലും ഇന്ന് ബഹുമാനപ്പെട്ട കോടതി 307 കേസ് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച പ്രശ്നം നിസ്സാരമല്ല. അതുമാരെ ശ്രമിച്ചതോ കാറിടിച്ച് കൊല്ലാനാണ് നോക്കി. അത് മര്യാദയായിപ്പോയി. പിള്ളേർ ഈ ചെറുപ്പത്തിലെ കൊച്ചുങ്ങളാണെങ്കിലും ചെയ്ത് തെറ്റായിപ്പോയി. പക്ഷേ അത് ഒരു വർഗീയമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ വർഗീയമായി കണ്ടുവരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ആളുകൾ അങ്ങനെ വർഗീയമായി ചിന്തിക്കാൻ കാരണം ഇവിടെ SDP ഉൾപ്പെടെയുള്ള സംഘടനയൊക്കെ പറയുന്നത് അത് ക്രിസ്ത്യാനി ഹിന്ദുക്കളുണ്ട് ആ 28-നകത്തുനിന്ന്. ഇങ്ങനെ നുണയെന്തിനാണ് പറയുന്നത് ആവശ്യമില്ലാതെ? ആ 28 മുസ്ലിം പിള്ളേർ അത് പറഞ്ഞു പറഞ്ഞാൽ ചത്തുവോ? പറഞ്ഞാൽ അത് പറയണം. അതല്ലേ എൻ്റെ മര്യാദ. അതിന് വേട്ടക്കാരൻ വിളിച്ച് എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ കൊടുക്കുന്നുണ്ടില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി ചേർന്നാണ്. എന്തിനാണ് വൃത്തികേട് പറയുന്നത്? ഞാൻ മാന്യതയുണ്ടെങ്കിൽ ഈ വൃത്തികെട്ടന്മാർ പറയേണ്ടതാണ്. ഞങ്ങളുടെ പിള്ളേർ ഈരാറ്റുപേട്ട പിള്ളേരാണ് ചെയ്ത് വിവരക്കടായി തെറ്റായി ക്ഷമിക്കണം. പ്രശ്നം തീർന്നില്ലേ? ഇതിന് മുമ്പ് ഒരു സംഭവം ഈ പള്ളിയിലുണ്ടായി. ഈ പള്ളിയുടെ ഇത് പൊറോന പള്ളിയാണ്. ഈ പൊറോന പള്ളിയുടെ ഒരു കുരിശുമലയാണ് മുകളിലാണ്. ചെറിയ 2-3 കിലോമീറ്റർ മുകളിലാണ് മലയിൽ. അതിൻ്റെ മുകളിൽ കുരിശ് ഉണ്ട്. ആ 3 കുരിശിൻ്റെ മുകളിൽ കയറി ഇരിക്കുക പിള്ളേർ. കഴിച്ച് ഫോട്ടോ എടുക്കുക, തലം കുത്തി ഫോട്ടോ എടുക്കുക, കുരിശെ ചാരിന്ന് ഫോട്ടോ എടുക്കുക. ഈ നല്ല വൃത്തികേടായി കാണിച്ചു. ഒരു വിശ്വാസിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വൃത്തികേടാണ് നടത്തിയത്. ഇത് വന്ന് പിള്ളേർ 5 എണ്ണത്തിന് വേണ്ടി കേസായി. വലിയ കേസായി, വഴക്കായി, പോലീസ് കൊണ്ടുപോയി, ബഹളമായി. ഞാൻ അന്നേരം അറിഞ്ഞു. ഞാൻ ആ പള്ളിയിൽ ചെന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഇത് തെറ്റായിപ്പോയി പിള്ളേർ കാണിച്ച്. ഏത് പിള്ളേരാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ആ പിള്ളേർ ഈ മേൽ കുഞ്ഞുങ്ങളാണ്. ഞാൻ പടം കണ്ടതിനകത്ത് അത് വലിയ പ്രായമുള്ളവരല്ല. പിള്ളേരൊരു തമാശയായിട്ട് നോക്കിയാൽ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കണം. അതുകൊണ്ട് അച്ഛനൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇടവക്കാർ സമ്മതിക്കും. ഞാൻ ഇടവ പ്രതികളെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ച് ഞാൻ സംസാരിച്ചു. എന്ന് വെച്ചാൽ അതോടൊപ്പം പോലീസിനോടും പറഞ്ഞു നിങ്ങൾ ഒത്തിരിക്കരുത്. ആ പിള്ളേരെയും ഇവിടെ വരുത്തി. പിള്ളേരുടെ കാരണവന്മാരെ വരും. നോക്കിയപ്പം അതിനകത്ത് മുസ്ലിമും ഉണ്ട്,
ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്, 3 പിള്ളേരുണ്ട്. അതായത് ഒരു വർഗീയതയില്ല, പിള്ളേരെല്ലാം ചുമ്മാ. ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരാറ്റുപേട്ടക്കാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ ഒരു പ്രശ്നം ശരിക്കും കുറച്ച് കുട്ടികളുടെ ഒരു എൻജോയ്മെന്റിൽ അവസാനിക്കുന്ന കേസ് ഇത്രയേറെ വഷളാക്കിയത് താങ്കളാണെന്നാണ് പറയുന്നത്. പിള്ളേർ എൻജോയ്മെന്റ് എടുത്ത് തന്തയുടെ താടിക്ക് അടിച്ചോണോ? ഇവിടെ വൃത്തികെട്ട ഭർത്താവ് മിസ്റ്റർ ബാബു. അത് ഒരു വൈദികനെ ഇടിച്ചു വരാൻ ശ്രമിക്കുന്ന പിള്ളേരെ സന്തോഷം. അടിച്ച് മര്യാദ പഠിക്കണ്ടല്ലോ ഇവനെയൊക്കെ. എൻ്റെ മര്യാദ ക്ഷമിക്കുന്നത് കൂടി ഞാൻ അത്ര വികാരമായിരുന്നു. ഞാൻ ചെന്ന് കാലെ പിടിച്ചു. അവിടെ ഇമാരെ വലിയ ജയിപ്പിച്ച് പറയുന്ന സമയത്ത് ഇമാരും പിടി ജയിപ്പിച്ചുകൊണ്ട് MP MLA ഉണ്ടല്ലോ, എവിടെ പോയി ചോദിച്ച് അവരെന്നെ ഇത് അവർ ചൂടാക്കുമായിരുന്നു അവിടെ നിന്ന്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ മര്യാദ പറഞ്ഞു, അച്ചോ ക്ഷമിക്കണം, കാണിച്ചത് വൃത്തികേടാണ്, അമ്മമാർ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിനി വാഴ ഉണ്ടാകരുതെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും പറയുന്നത് ഞാൻ പ്രകടനം. ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു, ഞാൻ മാറി നിന്നു. എന്നാൽ ഈ MP MLA അങ്ങോട്ട് കൂട്ടത്തിൽ പോകുന്നതുകൊണ്ട് കൂച്ചെമ്പ് കഴിക്കുന്നുണ്ട് അവന്മാർ. ഏതായാലും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ യാത്രയെല്ലാം നടത്തി. അതുപോലെ തന്നെ പാല അഭിനന്ദ പിതാവ് ഭയങ്കര വേദനയോടുകൂടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വികാരമൊക്കെ മൈൻഡ് ആയിരിക്കാൻ പറ്റും, എന്ന് തമാശ കളിക്കുക. അച്ഛൻ്റെ മുഖത്ത് വണ്ടി കിടക്കുകയാണ് തമാശ. ഞാൻ പറയുന്നത് എൻ്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. അതായത് ഈരാറ്റുപേട്ടക്കാരുടെ ഒരു പ്രശ്നം, ഈ ഒരു പ്രോബ്ലം ഈരാറ്റുപേട്ടക്കാരനെ ഉണ്ട പിടിച്ച് ഇത്രയേറെ വഷളാക്കിയ താങ്കളാണെന്നുള്ള ചിന്താഗതി ോളാൻ പറ. ഇതുകൊണ്ട് പറയാമോ? തന്തയ്ക്ക് ഉറക്കാത്തം പറയുന്നു, വൃദ്ധർ പറയാൻ പാടില്ല. ഞാനങ്ങനെ ചൂടാക്കാൻ നടക്കുന്നത് മണിയടിക്കാൻ വരെ താങ്കളാണ് പറഞ്ഞൊരു തന്തയാന്ന് പറ. ആ പറഞ്ഞവൻ്റെ തന്തയാന്ന് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ സംഭവം ഉണ്ടായിട്ട് മണിയടിച്ചതിന് എതിരായിട്ട് വർത്താനം പറഞ്ഞവനെ ഞാൻ. അച്ഛനെ കാലെ പിടിച്ച് മണിയടിക്കരുത്. പക്ഷേ അവിടെയുള്ള കൂടി അവിടെ ഒരു മാണിക്കാരനോർത്തന്നെ അവനും MLA ഇപ്പോൾ എല്ലാം കൂടി നിന്നുകൊണ്ടാണ് മണിയടിക്കാൻ തീരുമാനിച്ച്. ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞത്. അത് എന്നെ തിരിച്ച് തന്തയ്ക്ക് ഉറക്കാത്തം പറയുക. അതുകൊണ്ടാണ് ബാബുവിനെ തെറി പറയുന്നത്. മനസ്സിലായോ? ബാബുവിനെ പോലുള്ള എനിക്ക് തെണ്ടിത്തരം പറയാൻ പാടില്ല എന്നോട്. ഞാൻ അങ്ങനെ വെക്കുന്നതല്ല. എനിക്ക് മനുഷ്യനെ കളിപ്പിക്കുന്ന ഇടപാടുമില്ല. ആദ്യം പഠിച്ചു. ഞാൻ അവിടെ ഇത് പാടില്ല എന്ന് പറഞ്ഞു എടുത്ത് തിരിച്ച് വർത്താനം പറയുക. മോശമല്ലേ ഇത്? ആ പിള്ളേർ കാണിച്ച് ശുദ്ധ മര്യാദകളാണ്, ശുദ്ധ തെറ്റാണ്. പക്ഷേ അവരെ കൊല്ലാൻ പറ്റുമോ? പോലീസിനോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന്? അവർ 307 എടുക്കുന്ന കുഞ്ഞു എല്ലാം 15 വയസ്സുള്ള പിള്ളേർ. അതെന്തുകൊണ്ടാണ് 307 എടുത്തത്? പിന്നെ എന്നാ എടുക്കേണ്ടത്? കൊല്ലാൻ ശ്രമിച്ചാൽ കൊല്ലാൻ ശ്രമിച്ച് 307 ആണ്. ശരിക്കും കൊല്ലാൻ ശ്രമിച്ചായിരുന്നു? ആണല്ലോ. വണ്ടി ഇടിച്ച് കൊല്ലാൻ ചെന്നിട്ട് പിന്നെ അത് 307 പിന്നെ എന്നെ കൊണ്ടുപോകാൻ നിയമം അറിയാൻ പറ്റില്ല ഈ രാജ്യത്ത്. അതിൽ ഇവർ ആരോപിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതുകൂടെ ചോദിക്കാം. അതായത് അതിൽ മുസ്ലിം കുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചു, അതിൻ്റെയൊക്കെ പിന്നാലെ നിങ്ങളാണെന്നാണ് പറയുന്നത്. ആ പറയുന്നതും തന്തയ്ക്ക് ഉറക്കാത്തവൻ പറയട്ടെ. എന്നാൽ സത്യം 28 കുട്ടികളുണ്ട്, 28 മുസ്ലിം പിള്ളേരാണ്. പിന്നെ അതിന് മുസ്ലിമിനെ തെരഞ്ഞു പിടിക്കുന്നത് എന്തുവാ? ഈയന് ഊളത്തരം പറയുമ്പോൾ എനിക്ക് അരിശം വരുന്നത്. 28 മുസ്ലിങ്ങളാണ് ഈരാറ്റുമായിട്ടുള്ള മുസ്ലിം പിള്ളേർ, എനിക്കറിയാവുന്ന. പിന്നെ അതിനകത്ത് മുസ്ലിമിനെ തെരഞ്ഞു പിടിച്ച് ഇവിടെ എൻ്റെ അമ്മയെ കെട്ടിച്ചെന്ന വർത്താനം പറയുന്ന മര്യാദ വേണ്ടേ? ഈയനം വൃത്തികൾ പറയുമ്പോഴാണ് വർഗീയതയാകുന്നത്. എൻ്റെ മര്യാദ കൊണ്ട് വർഗീയതാക്കാതിരിക്കുന്നത് മനസ്സിലാക്കിക്കൂ. പേടിപ്പിക്കരുത് തന്നെ. മര്യാദയ്ക്കുന്നത് എല്ലാവരും കൊള്ളാം. പേട്ടക്കാരന് എന്ത് ഊളത്തരം കാണിക്കും, എന്ത് റൗഡിസം കാണിക്കും വൃത്തികെട്ടവൻ. ഞാൻ ഈരാറ്റുപേട്ട ജീവിക്കുന്നുണ്ട്, എനിക്കറിയാൻ വേണ്ടിയൊക്കെ റൗഡിസം ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മര്യാദയ്ക്കുന്നത് എല്ലാവരും കൊള്ളാം. താങ്കളെ ഈരാറ്റുപേട്ടക്കാർ വല്ലാതെ കൈക്കുമ്പിൽ വെച്ച് നടന്നൊരു കാലം ഭയങ്കര കുന്തം ഉണ്ടാക്കി. കുന്തം ഈടെ നീ എന്ത് മണ്ടത്തര ഈ പറയുന്നത്? 80 പോലെ ഇലക്ഷൻ നിൽക്കുന്നത് 7 ഇലക്ഷൻ നിന്നവനാണ്. എനിക്ക് എത്ര വട്ടാണ് ഭൂരിപക്ഷം തന്നവന്മാർ. ഞാൻ പിന്നെ എൻ്റെ മര്യാദയ്ക്ക് ഈരാറ്റുപേട്ടക്കാരനുണ്ടല്ലോ, ജനങ്ങൾ പറഞ്ഞു ഈരാറ്റുപേട്ടക്കാരെല്ലാം എൻ്റെ കൂട്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. എത്ര നിന്നു? 1710 വോട്ട് ആകെ ലീഡ് കിട്ടും ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ. എനിക്ക് ഒരു മുനിസിപ്പാലിറ്റി അത് പിന്നെയാണ്. മനസ്സിലായോ? അത് മതിയോ? ഈരാറ്റുപേട്ട എന്തുണ്ട് അത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ്. നന്ദി വേണ്ട ഇവനൊക്കെ വർത്തമാനം പറയുന്നു. ഈരാറ്റുപേട്ട ഏത് പ്രസ്താവന കൊടുത്തു ഞാൻ ഉണ്ടാക്കിയാലും വല്ലതും ഉണ്ടോ? ഏതെങ്കിലും ഒരുത്തും ഉണ്ടാക്കിയതുണ്ടോ? ഇപ്പം 3 കൊല്ലമായാലും ഒരുത്തനെ MLA ആക്കി വിട്ടിട്ടുണ്ടല്ലോ, എന്നെ തോപ്പിച്ച് മുഴുവൻ വോട്ട് എനിക്ക് ആയിട്ട് കൊടുത്ത് എന്തുണ്ടാക്കി ഈരാറ്റുപേട്ട? ഈരാറ്റുപേട്ട എന്ത് കോടതി ഉൾപ്പെടെ വില്ലേജ് ഓഫീസ് ഉണ്ടാക്കുന്നത് ഞാൻ അറിയാമോ? ഞാൻ അന്ന് 81 വില്ലേജ് ഓഫീസ് ഈരാറ്റുപേട്ട ഉണ്ടാകുന്നത്. അത് ഈരാറ്റുപേട്ട ഇല്ല അതുവരെ. വർത്താനം പറയുന്നു ഇവനൊക്കെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്തതാണ്. മനസ്സിലായോ? ആ ചെയ്തു കൊടുത്തതിന് നന്ദി അയ്യാൻ വൃത്തിയോട് പറയുന്നു. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അത് ശരിക്കും താങ്കളോട് ഈരാറ്റുപേട്ടക്കാർ നന്ദികേട് കാണിച്ചോ? നന്ദികേടല്ലാതെ ഒന്നും കാണിച്ചില്ല. എന്താ സംശയം? ഞാൻ ചോദിക്കട്ടെ, 80 ഇലക്ഷൻ എനിക്ക് കിട്ടിയ വോട്ട് 1710 വോട്ടാന്ന് പറയുമ്പോൾ ന്യായമായിട്ട് ഞാൻ ഒരു ആദ്യം തന്നെ MLA സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊരു 19 വോട്ട് ലീഡ് കിട്ടിയില്ലല്ലോ. എനിക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ് ശരിക്കും ആദ്യമായിട്ട്. ആ വർത്താനം പറയില്ല. മുസ്ലിം ലീഗിനെ ഒന്നും കുറ്റം പറയണ്ട. മുസ്ലിം ലീഗിൻ്റെ നേതാവ് കരീം സാഹിബ അങ്ങേര് മരിച്ച് എനിക്ക് വേണ്ടി പ്രശ്നിച്ചുകൊണ്ട് നടന്നയാളാണ്. അതെ, അങ്ങേരെയൊന്നും കുറ്റം പറയണ്ട. അല്ല, അങ്ങനെ കുറ്റമല്ല ഞാൻ പറയുന്നത്. താങ്കളെ കൊണ്ടുവന്നത് ശരിക്കും ഈ കരീം സാഹിബാണ് ശരിക്കും ആദ്യം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ പക്ഷേ സത്യമാണോ അത്? അതിനോ സംശയം? എനിക്ക് വലിയ ബഹുമാനമുണ്ട് അദ്ദേഹത്തെ. അതായത് ഞാൻ ഒരിക്കലും MLA ആകാൻ നടന്നവനല്ല.
ഇവിടുത്തെ പൊതുക്കാര്യങ്ങളിലെല്ലാം ഇടപെടുമായിരുന്നു. അതായത് പ്ലാത്തോളജി ചാക്കോച്ചൻ്റെ മകൻ എന്തെങ്കിലും ഒരു നിലയും വില എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇടപെടുമായിരുന്നു. ആ ഇടപെടുന്നതിൻ്റെ ഭാഗം എന്തെങ്കിലും കരീം സാഹിബാണ്. കരീം സാഹിബ് തന്നെയല്ല, വെളിയത്ത് സെയ്തു VM സെയ്തു മുഹമ്മദ് വെളിയത്ത് എന്ന് പറയും. അദ്ദേഹം CPIയുടെ നേതാവായിരുന്നു. അങ്ങനെ കരീം സാഹിബും വെളിയത്ത് കാക്കായും കൂടി കൂടിക്കൊണ്ടാണ് PC സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. എന്നുവെച്ചാൽ എന്നെ അവിടെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന്, അവിടെ ഷാഫി കാക്കയുടെ ഒരു ഇലക്ട്രിക് കടയാണ്, അതിൻ്റെ പുറകിൽ ഇവരെല്ലാം കൂടി ഞാൻ ഇടയ്ക്കുമ്പോഴും ചെല്ലുന്ന. ഞാൻ ചെന്ന് എന്നെ കരീം സാഹിബിനെ വിളിച്ചത് ഇരിക്കാൻ വേണ്ടി വെളിയത്ത് കാക്ക പറഞ്ഞ്, കുഞ്ഞുമോനെ എന്നാണ് എന്നെ വിളിക്കുന്നത്. കുഞ്ഞുമോനെ, ഞാനും കരീം സാഹിബ് ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തു. ഞങ്ങളുടെ ഇവിടുത്തെ പേട്ടക്കാരോട് സംസാരിച്ചു. ഈരാറ്റുപേട്ടയ്ക്ക് ഒരു MLA ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. ഇപ്പോഴാണ് PC ആളുകയാണ് ഈരാറ്റുപേട്ടയ്ക്ക് ഒരു MLA ഉണ്ടാകും, അതുകൊണ്ട് സഹായിക്കണം, നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ വേണം. ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ അവരും സമ്മതിച്ചില്ല. അവരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഞാൻ നിന്നത്. അതൊരു സത്യമാണ്. ആ നിന്നതിന് ഉള്ള ഈരാറ്റുപേട്ടക്കാരൻ അവൻ രാഷ്ട്രീയമായിട്ടാണ് വോട്ട് ചെയ്തത്. 80-ലും 82-ലും എല്ലാം വോട്ട് ചെയ്തത് രാഷ്ട്രീയമായിട്ടാണ്. എനിക്ക് ആകെപ്പാടെ കിട്ടി വോട്ടെന്ന് പറയുന്നത് എത്ര നോക്കണം. ഈ കഴിഞ്ഞ ഇലക്ഷൻ എത്ര ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 100-300 വോട്ടാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? ബാക്കി മുഴുവൻ വോട്ടും എനിക്ക് എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ജയിച്ചല്ലോ. 24,000 മുസ്ലിം വോട്ടുണ്ട്. അതിനകത്ത് 10-100 വോട്ടോ എനിക്ക് കിട്ടുള്ളൂ. ബാക്കി വോട്ട് കിട്ടിയില്ല. എനിക്കൊരു പരാതിയില്ല. എന്നാ കാരണം എന്നറിയോ? പരാതിയില്ലാത്തതിന് കാരണം മുസ്ലിം വിരുദ്ധനാണ് ഞാനെന്ന് കള്ളപ്രചരണം നേരത്തെ അടിച്ചങ്ങ് ഏൽപ്പിക്കുക. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞവൻ്റെ തന്തയ്ക്ക് വിളിക്കണം. ഞാനങ്ങനെ മുസ്ലിം വോട്ട് വേണമെന്ന് ഓർത്തും അങ്ങനെയാണല്ലോ പ്രചരണം. അങ്ങനെ പ്രചരിപ്പിച്ചു എന്നുള്ളതല്ലേ എന്നോട് പറയുന്നത്. അതിൻ്റെ അത് മനസ്സിലാക്കാത്തത് അതല്ലേ വൃത്തികേട്. അത് പറയുമ്പോൾ പിന്നെ അത് തന്നെ ചോദിക്കുക. അതായത് 98 ലക്ഷം രൂപ മുടക്കി ഞാൻ ഈരാറ്റുപേട്ട തേവരുപാറ റോഡ് പണിതിരിക്കുക. നടക്കൽ തേവരുപാറ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയാണ്. ആ റോഡ് ഉദ്ഘാടനം പോലും ഞാൻ ചെയ്തില്ല. എൻ്റെ സ്വന്തം നാടല്ലേ ഈരാറ്റുപേട്ട. അതിലെ ജീപ്പുമായിട്ട് ബൈക്ക് അനൗൺസ്മെൻറ്റായിട്ട് ഞാൻ വോട്ട് പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കിന് SDPക്കാരാണ് ഒരു 5 പിള്ളേർ നിന്ന് തെറിയായി വെണ്ടി കിടത്തു വിടുക. തെറിയോടും ബഹളവും. ഞാൻ ആറാമാനെ വെട്ടിപ്പോട്ടെന്ന് ഞാൻ നല്ല വാക്ക് പറഞ്ഞു, വിടുകയല്ല. അപ്പോൾ ഞാൻ നിൻ്റെ വോട്ട് വേണ്ട, മാറിക്കോ, നീ പ്രശ്നം തീർന്നല്ലോ, നീ വോട്ട് ചെയ്യണ്ട, നീ മാറുന്നു പോയി. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഈരാറ്റുപേട്ടക്കാരൻ്റെ വോട്ട് വേണ്ടെന്നാക്കി രാജ്യം പോയി. ആയിക്കോട്ടെ, അങ്ങനെ പറിച്ചു. പറയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ എൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് വൃത്തികൾ പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് ഇതിനകത്ത് ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈരാറ്റുപേട്ട ഇതായിട്ട് വോട്ടണ്ട, വേണ്ട. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പം ഞാൻ പറയാം, നിഷ്പക്ഷമായിട്ട് വോട്ട് അന്ന് മൗലവിമാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചു. എങ്ങനെ? എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ കൈക്കൂലി മേടിച്ചത് ഇവിടെ വിളിച്ചു വരുത്തി ഞാൻ തിരിച്ചു കൊടുപ്പിച്ചു എന്നുള്ളതാണ് അവൻ്റെ വിരോധം. അവൻ തങ്ങളുടെ 10 വർഷത്തോളം വർക്ക് ചെയ്ത ആൾ. 10 വർഷമില്ല, 5 വർഷം പരമായിട്ട്. അവൻ ഇപ്പം ഞാൻ പേടിക്കുക. അന്ന് ഇവൻ ആരോടൊക്കെ കാശ് മേടിച്ചുകൊണ്ട് ആർക്കറിയാം? വൃത്തികെട്ടവൻ. ഇവൻ പള്ളിയുടെ പ്രസിഡൻറ്റും കൂടെ മുടിഞ്ഞു. ഞാൻ അവനെ കാശ് തിരിച്ചു ഒരു പ്രസിഡൻ്റാ. അതാ രസം. അത് കഴിഞ്ഞ് വേറൊരു മൗലവിയുണ്ട്. മൗലവിയുടെ ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ നാണക്കട, എല്ലാവർക്കും അറിയാം, പേട്ടക്കാർക്ക്. അയാളെ ഈയുടെ പള്ളിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. അയാളോട് ഞാൻ മോശമായിട്ട് അയാളോട് വർത്തമാനം പറയേണ്ട പെരുമാറ്റം. പെങ്കൊച്ചുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ 2 അമ്മമാരും കൂടി നടത്തിയ പള്ളപ്രചരണത്തിൻ്റെ ഭാഗമാണ് ഞാൻ മുസ്ലിം വിരോധിയാന്നുള്ള പ്രചരണം. അത് കുറച്ചൊക്കെ കുറച്ചല്ല ഭയങ്കരമായിട്ട് ഏറ്റു. എനിക്ക് പറ്റിയ അബദ്ധം, ഇങ്ങനൊരു പ്രചരണം നടക്കുന്ന ഈരാറ്റുപേട്ട എനിക്ക് ഈരായിട്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ എന്ന വിശ്വാസമായിരുന്നു എനിക്കുള്ളൂ. കാരണം ഈരാറ്റുപേട്ട ട്രഷറി ആരാണ്? ഞാനുണ്ടാക്കിയതാണ്. കോടതി അറിയാൻ ഉണ്ടാക്കി, ഞാനുണ്ടാക്കിയതാണ്. താങ്കൾ ആ കാര്യം സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഒരു കാലത്ത് തോക്കെടുത്ത് പോകുമ്പോൾ വരെ കൂടെ നിന്ന PC ജോർജിന്റെ കൂടെ ഞങ്ങളുണ്ട്. അതായത് പഞ്ചായത്ത് ഓഫീസാവട്ടെ, ഇവിടെ കറണ്ട് പോകുന്ന സമയത്തൊക്കെ ആവട്ടെ, അത്തരം രീതിയിലേക്കൊക്കെ ശരിക്കും താങ്കളുടെ കൂടെ വലിയൊരു ജനം തന്നെ ഉണ്ടായിരുന്നു. അതായത് താങ്കൾക്ക്, എന്നോട് വേറെ ആൾ പറഞ്ഞത്, താങ്കൾക്ക് ഏത് അടുക്കളയിലും കയറി ചെല്ലാം. ഇപ്പോഴും ചെല്ലാം. ഇപ്പം എനിക്ക് സമയമില്ല. അന്ന് സമയം ഉണ്ടായിരുന്നു. ഇപ്പം സമയമില്ലാത്തവന്മാർ മുതലാക്കി. അത് തന്നെയല്ലേ എനിക്കെതിരായിട്ട് ഈ പ്രചരണം ഇങ്ങനെ നടക്കുമ്പോൾ ഇലക്ഷൻ സമയമല്ലേ ഇത്രയും ഡീപ്പായിട്ട് ഇത്. കാരണം ഇവന്മാർ രണ്ടും കള്ളന്മാരാണെന്ന് കേട്ടക്കാർക്കൊക്കെ അറിയാം, ഇപ്പോഴും അറിയാം. അപ്പോൾ അവന്മാരുണ്ടാക്കുന്ന നുണയാവുകൊണ്ട് പേടിക്കേണ്ടെന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായി. നേരെ മറിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് പാളിപ്പോയത്. എൻ്റെ കാഴ്ചപ്പാട് തെറ്റുപറ്റിയതാണ്. ഞാൻ ഇമ്മാർ തുടങ്ങിയപ്പം ഈരാറ്റുപേട്ട ഒറ്റ മൈക്ക് വെച്ച് ഒറ്റ പ്രസംഗം, അങ്ങനെ ഞാൻ സാറിന് ചെയ്യുന്നത്. ഈരാറ്റുപേട്ട മീറ്റിംഗ് ഞാൻ ഒരു മൈക്ക് മത്സരം നടത്തി ചെന്നിരിക്കും. എല്ലാവരും വരും, ഞാൻ പറയും. ഞാൻ കളവ് പറയാറുണ്ട് ഈരാറ്റുപേട്ടക്കാർക്കല്ല, ഞങ്ങൾക്കെല്ലാവരും ഞാൻ കളവ് പറയാറില്ല, പറയും. അതോടെ എൻ്റെ കഴപ്പൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അത് എനിക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് എനിക്ക് പറ്റിയ അബദ്ധം. പക്ഷേ ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്തില്ല. ഈ നിമിഷം വരെ ആരോടും ഒരു കുറ്റം പറ്റില്ല. ഇവിടെ എനിക്ക് ഒരു കാര്യം എനിക്ക് സ്ട്രിക്റ്റായി. NIA ഇവിടെ നിന്ന് 14 പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഈരാറ്റുപേട്ടയ്ക്കകത്തുനിന്ന്. ഞാനത് ദുഃഖിതനാണ്.
NIA കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം പോലും എന്താണെന്ന് ആർക്കറിയാം. അത് ഈ വിഘടനവാദം ആയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് ഈ പിള്ളേരെ ഈ ഈ വിഘടനവാദ ബന്ധമുള്ള ആളുകളാണ് ഈ പിള്ളേരിൽപ്പെട്ട പലരും. അവരുടെ കാരണവന്മാർ ഈ വിഘടനവാദ ഉള്ള പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതൊക്കെയാണ് പോലീസിൻ്റെ സംശയം. NIA പോലെ തന്നെ നമ്മുടെ കേരള പോലീസുമുണ്ട്. എന്തിന് NIAയുടെ ഓഫീസ് ഈരാറ്റോടെ തുടങ്ങിയിരിക്കുക? മനസ്സിലായോ? എനിക്കെന്തൊരു നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെന്നറിയാം. എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ ബെഹ്റ ഈ കേരളത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പോകുമ്പോഴാണ് പറഞ്ഞത്. അതാണ് അത് താങ്കൾ പല സമയത്തും തുറന്ന് പറയാറുണ്ട്. അതേസമയം പക്ഷെ അത് ഇറങ്ങി പോകുമ്പോൾ പറയാണ് അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥന്. ഞാൻ എന്നെപ്പോലെ പൊതുപ്രവർത്തനല്ല. അയാൾക്ക് എല്ലാം ആവട്ടെ, അത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ അയാൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അയാൾ പിന്നെ എങ്ങനെ മുൻകൂട്ടി ചെയ്യേണ്ടതല്ലേ? അയാൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. അതിന് അറിയാൻ വർത്താനം പറയരുത്. എനിക്ക് പുറത്ത് പറയാം. അയാൾ പറഞ്ഞ് 100-ൽ കൂടുതൽ സ്ലീപ്പിംഗ് പോയിന്റ്സ് ഉണ്ടെന്നാണ്. അത് നിസ്സാര കാര്യമാണ് കേരളത്തിൽ. NIAയുടെ ഓഫീസ് എങ്ങനെ ഈരാറ്റോടെ തുടങ്ങിയത്? എന്തിനു തുടങ്ങി? ഇത് കുഴപ്പമുണ്ടെന്ന് ബോധ്യമില്ലാതെ തുടങ്ങുമോ NIA? കേന്ദ്ര ഏജൻസിയില്ലേ? അവരിവിടെ തുടങ്ങേണ്ട കാര്യം. തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ തന്നെ നാണക്കേട് തന്നെയാണ്. അതെ.